കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചിന്തിക്കാൻ കഴിയാത്ത വൻദുരന്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിദേശ സംഘം മുല്ലപ്പെരിയാറിൽ റിസർച്ച് നടത്തി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് പരമാവധി 5 വർഷം കൂടിയേ ഈ അണക്കെട്ടിന് ആയുസുള്ളൂ. നിർഭാഗ്യവശാൽ ചെറിയ ഭൂമികുലുക്കം സംഭവിച്ചുപോലും ഡാം തകർന്നാൽ മുല്ലപ്പെരിയാറിന് താഴെയുള്ള എല്ലാ ചെറുഡാമുകളും തകർന്ന് ഇടുക്കിയിലെത്തും. ഇത്രയും വലിയ പ്രകൃതിശേഷി തടയാൻ ഇടുക്കി ഡാമിന് കഴിയില്ല. അങ്ങനെ വന്നാൽ ഇടുക്കി ജില്ലയുടെ പകുതി മുതൽ തൃശൂർ ജില്ലയുടെ പകുതി വരെ വെള്ളത്തിലാകും. അതിൽ എറണാകുളം ജില്ല പൂർണ്ണമായും, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, പത്തനംതിട്ട ജില്ലകൾ ഭാഗികമായും നശിക്കും. ഇങ്ങനെ വന്നാൽ ഉണ്ടാകാവുന്ന ചില പ്രധാന വിവരങ്ങൾ: നെടുമ്പാശ്ശേരി വിമാനത്താവളം ഓർമ്മകളിൽ മാത്രമാകും. ലുലു മാൾ, ഇൻഫോ പാർക്ക് തുടങ്ങിയ കോടികളുടെ സ്ഥാപനങ്ങൾ നശിക്കും. കൂടാതെ ഏകദേശം 10 ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെടും. ഏകദേശം 42ഓളം അടി ഉയരത്തിൽ വരെയായിരിക്കും വെള്ളത്തിന്റെ മരണപ്പാച്ചിൽ. വെള്ളം മുഴുവൻ ഒഴുകിത്തീർന്നാൽ 10 അടി ഉയരത്തിൽ വരെ ചെളിയായിരിക്കും ആ പ്രദേശം മുഴുവൻ. ഇടുക്കി മുതൽ അറബിക്കടൽ വരെ സംഹാരതാണ്ഡവമാടി വെള്ളത്തിനെത്തിച്ചേരാൻ വെറും 5 മണിക്കൂറുകൾ മതി. അതിനുള്ളിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കും. ഡാമിന് താഴെ പുതിയ ഡാം പണിയുന്നതിന് പാർ തുറന്നാൽ അത് ഡാമിന്റെ ഭിത്തികൾക്ക് താങ്ങാൻ കഴിയില്ല. ആകെയുള്ള പോംവഴി വെള്ളം മുഴുവൻ തുറന്നുവിടുക എന്നതാണ്. അങ്ങനെ വെള്ളം മുഴുവൻ തുറന്നുവിട്ട് പുതിയ ഡാം പണിത് അതിൽ വെള്ളം നിറഞ്ഞ് തമിഴ്നാടിന് കിട്ടുമ്പോഴേക്കും കുറഞ്ഞത് 20 വർഷമെടുക്കും. അതുവരെ അവർ വെള്ളത്തിന് എന്തു ചെയ്യും? അതിനാൽ അവർക്കും വിസമ്മതം. അങ്ങനെ ഇരു സർക്കാരുകളും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും അവരുടെ സ്വപ്നങ്ങളുമെല്ലാം വെള്ളം കൊണ്ടുപോകും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സർക്കാരിന്റെ അനാസ്ഥ എടുത്തു പറയേണ്ടതാണ്. സുപ്രീം കോടതിയിൽ തമിഴ്നാടിനെതിരെ സുഖമായി ജയിക്കാമായിരുന്ന കേസ് തോൽപ്പിച്ചെടുത്തത് അവരാണ്. ഈ കാര്യങ്ങൾ അറിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുറഞ്ഞത് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ആളുകളെ അറിയിക്കുക. ഇരു സർക്കാരുകളും എത്രയും പെട്ടെന്ന് ഇതിന്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക. വരാൻ പോകുന്ന വിപത്തിന്റെ ആഴം എല്ലാവരും അറിയുക. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചിന്തിക്കാൻ കഴിയാത്ത വൻദുരന്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിദേശ സംഘം മുല്ലപ്പെരിയാറിൽ റിസർച്ച് നടത്തി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് പരമാവധി 5 വർഷം കൂടിയേ ഈ അണക്കെട്ടിന് ആയുസുള്ളൂ. നിർഭാഗ്യവശാൽ ചെറിയ ഭൂമികുലുക്കം